എനിക്ക് ചൈന സന്ദർശിച്ച സമയത്ത് ഉണ്ടായിട്ട് ഒരു വേറിട്ടൊരു അനുഭവം ഉണ്ടായിരുന്നു. നമ്മളെ ഇവിടെ എയർപോർട്ടുകളിലൊക്കെ വമ്പിച്ച ചെക്കിംഗ് ആണല്ലോ. ഇന്ത്യയിലും മറ്റു ഇതര രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ചൈനയിൽ ഒരു ചെക്കിങ്ങും ഉണ്ടാവില്ല. ചൈനയിൽ പിന്നെ നമ്മളെ ഈ എമിഗ്രേഷൻ കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങും. തോക്ക് പിടിച്ച പട്ടാളക്കാരെ ഒന്നും ചൈനയിൽ കാണാനേ കഴിയില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ പുറത്തോട്ട് പോയപ്പോൾ നമ്മളിപ്പോൾ ഈ കാനൺ ഫയർ പോലത്തെ ഫയറുകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ യാചകരെ കാണാത്ത തെരുവുകളാണ് ചൈനയിലുണ്ടായത്. യാചകരില്ല. ഞാൻ ഒരുപാട് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മുടെ തെരുവോരങ്ങളിലൊക്കെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ യാചകർ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ ചൈനയിൽ യാചകരെ കാണാറില്ല. പിന്നെ വേറിട്ട ഒരു സംഗതി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, അവിടെയൊക്കെ തൊഴിലില്ലാത്ത ആളുകളില്ല. നമ്മുടെ അതേ ജനസംഖ്യയുള്ള ഒരു നാടാണ് ചൈനയിൽ. പക്ഷേ തൊഴിലില്ലാത്ത ഒരു 80, 85, 90 വയസ്സ് കഴിഞ്ഞ ആളുകൾ പോലും മൊബൈലിൻ്റെ കവറിടാനും പിന്നെ ബാഗിൻ്റെ സ്റ്റിപ്പ് ഇടാനും സ്റ്റിക്കർ ഒട്ടിക്കാനും അങ്ങനെ എന്തെങ്കിലും ഒരു തൊഴിലിൽ അവർ എൻഗേജഡായിരിക്കും. നമ്മൾ പറയാൻ സ്വാഭാവികമായിട്ടും ചൈനയിലെ ഏകാധിപത്യമല്ലേ, അവിടെ സ്വാതന്ത്ര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. സത്യത്തിൽ ഈ മനുഷ്യന് വേണ്ട സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവനക്ക് ജീവിക്കാൻ, അവനക്ക് വീട് വെക്കാൻ, അവനക്ക് വിവാഹം കഴിക്കാൻ, അവനക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമാണ് വേണ്ടത്. അല്ലാതെ ഓനക്കിപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ചൈനൻ്റെ പ്രസിഡൻ്റ് ആവണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ആർക്കും തന്നെ ഇന്ത്യൻ്റെ പ്രസിഡൻ്റ് ആവണം, പ്രധാനമന്ത്രി ആവണമെന്നും ആഗ്രഹമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു കളയും. നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേജ് കെട്ടിയിട്ടോ നമ്മളെ അഭിപ്രായം എന്താണോ, നമ്മളെ നിലപാട് എന്താണോ അത് പറഞ്ഞിരിക്കണമെന്ന് ഒരു അലിഖിത നിയമമുണ്ട് നമുക്കിവിടെ. ചൈനയിൽ നിങ്ങൾ അങ്ങനത്തെ അഭിപ്രായം ഒന്നും പറയണ്ട. നിങ്ങൾക്ക് വ്യവസായം തുടങ്ങണം, നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പോയി വ്യവസായം തുടങ്ങാം, നിങ്ങൾക്ക് പിന്നെ ഫിനാൻഷ്യൽ വേണോ, നിങ്ങൾക്ക് ബാങ്കുകൾ ലോൺ തരും, നിങ്ങൾക്ക് അറിവ് വേണോ, അവരുടെ ടെക്നോളജി പിന്നെ അറിവുള്ള ആളുകളുണ്ട്, അവർ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും, നിങ്ങൾക്ക് വ്യവസായത്തിന് വേണ്ട എല്ലാ സംഗതിയും ചെയ്തു തരും. അവർ പിന്നെ ഈ ആരാധനാലയങ്ങൾക്കോ മതങ്ങൾക്കോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും പിന്നിലല്ല. നേരം വെളുത്ത് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പിൽ അവരെ ചിന്ത മൊത്തം ബിസിനസ്സാണ്. ബിസിനസ് മാത്രമാണ് ചൈനക്കാരുടെ ഒരു ഏക ലക്ഷ്യം. ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ പല ആളുകളും ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് എത്രമാത്രം റെസ്പെക്റ്റ് ചെയ്ത് നമ്മളെ പിന്നാലെ വരും ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെ കണ്ടിട്ടില്ല. സൂറത്തിലൊക്കെ ബിസിനസ്സുകൾക്ക് പ്രാധാന്യം നൽകാറുണ്ട്. പക്ഷെ അത് ആ കച്ചവടം ചെയ്യുന്ന ആളുകൾ മാത്രമാണ്. ചൈനയിലുള്ള ഏതാണ്ട് 90% ആളുകളും അവർ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആ പ്രൊഡക്റ്റ് വിൽക്കുകയും മാർക്കറ്റ് ചെയ്യാനും നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ അശ്രാന്ത പരിശ്രമം നടത്തും. അതാണ് ആ രാജ്യത്തിൻ്റെ വിജയം. എല്ലാവർക്കും തൊഴിലുണ്ടാവും.